4 വ്യത്യസ്ത ഫില്ലിങ്ങോട് കൂടിയ ഒരു ബനാന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ രീതിയിൽ പഴം നിറച്ചത് ഉണ്ടാക്കുമ്പം വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവുകയും അതുപോലെ സന്തോഷമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുകയും വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചു. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യും ചൂടായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കിസ്മിസ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്നും സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നു. പിന്നീട് അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നു. അങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് പിന്നെ 2 ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കുന്നു. ഷുഗറൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ അതൊന്ന് ചൂടായി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ 1 ഏലക്ക ചതച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന കാഷ്നട്ടും കിസ്മിസും ശകലം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കാഷ്നട്ടും കിസ്മിസും അതിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്തിട്ട് അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഫില്ലിങ് റെഡിയായി. രണ്ടാമത്തെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ള അവലാണ് എൻ്റെ ഉണ്ടായിരുന്നത്, അത് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2 ടേബിൾ സ്പൂണോളം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സാക്കി അതൊന്ന് ഡ്രൈ ആയിട്ട് വരണം, അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ഏലക്കയുടെ ചതച്ച് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഫില്ലിംഗ് ആണ്. ഇതിലേക്ക് ഞാൻ കാഷ്നട്ടും കിസ്മിസും ഇട്ടിട്ടില്ല. ഇത് സാധാ ഒരു ഫില്ലിങ്. ഇത് നമ്മൾ സാധാരണ ഈ ആദ്യത്തെ ഫില്ലിങ്ങും രണ്ടാമത്തെ ഫില്ലിങ്ങും സാധാരണ നമ്മൾ പഴം നിറച്ചതിനകത്ത് ചെയ്യുന്ന രീതിയാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലിങ് തന്നെയാണ്. ഇനി മൂന്നാമത്തെ നാലാമത്തെയും ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ പഴം നിറച്ചതിനകത്ത് വെക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഫില്ലിംഗ് ആണ്. അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നു. അത് പിന്നെ ശകലം ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ശകലം വെള്ളമോടെ ഒഴിച്ച് നന്നായിട്ട് ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്ന കണക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തി മാവ് കണക്കെ കുഴച്ച് വെച്ചാൽ നമ്മുടെ ആ ഡോ ഒന്ന് പരത്തി നന്നായിട്ട് തിന്നാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഫില്ലിങ് വളരെ സ്പെഷ്യലായിട്ടാണ് ഉള്ള ഫില്ലിങ്ങാണ്. അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് വേറെ രീതിയിൽ ചെയ്താൽ മതി, മാവ് കുഴച്ചെടുത്താൽ മതി. അത് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. ഇവിടെ ഞാൻ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി നന്നായിട്ട് തുടച്ച് എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ തൊലി കളയാതെ തന്നെ പഴത്തിൻ്റെ നടുക്കൂടെ ഒരു പിച്ചാത്തി കൊണ്ടൊരു വെട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോക്കറ്റ് പോലെ ആക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പഴത്തിന് തൊലി കളഞ്ഞിട്ടാണെങ്കിലും ചെയ്യാം. ഞാൻ പഴത്തിന് തൊലി കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഏത്തപ്പഴത്തിൻ്റെ 2 അറ്റവും പോക്കറ്റ് ആക്കുന്നത് ഒഴിവാക്കണം. അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പോക്കറ്റ് ആക്കിയിട്ട് അതിനുള്ളിൽ നമ്മൾ കറുത്ത് കാണുന്ന ആ പാർട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. അങ്ങനെ ആ കറുത്ത സീഡൂടെ നമ്മൾ പഴത്തിനുള്ളിൽ നിന്ന് എടുത്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടും. നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫില്ലിങ് അതിലോട്ട് വെച്ച് കൊടുക്കാൻ പറ്റും.
അപ്പോഴേ എല്ലാത്തിലും പോക്കറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്ത് അതിലൊക്കെ ഫില്ലിങ് ആക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫില്ലിങ് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് വെക്കുമ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ലൂസാക്കി ആക്കാതെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പഴം സൈഡിൽ നിന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴേ പഴത്തിൻ്റെ പോക്കറ്റിനുള്ളിലേക്ക് ആദ്യത്തെ ഫില്ലിങ് വെച്ച് കൊടുത്തു, രണ്ടാമത്തെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഫില്ലിങ് വരുന്നത്. അപ്പം മൂന്നാമത്തെ പഴത്തിനുള്ളിൻ്റെ പോക്കറ്റിനുള്ളിലേക്ക് വെക്കുന്നത് ബീഫാണ്. ബീഫ് നേരത്തെ വേവിച്ച് വെച്ചത് അതിൽ നിന്ന് കഷ്ണങ്ങളെടുത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് തോന്നി ആ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പ്രസ് ചെയ്യുമ്പോൾ പഴത്തിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടാതെയൊക്കെ നന്നായിട്ട് ഇരിക്കാൻ, നല്ല ഫില്ലിങ്ങോടുകൂടി ഇരിക്കാൻ പറ്റും. അതും ബീഫും വെച്ച് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് എടുക്കുന്നുണ്ട്. നാലാമത്തെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് പഴത്തിൻ്റെ പോക്കറ്റിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇനി ഞാനിവിടെ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. നമുക്ക് വേണേൽ മെൽറ്റാക്കിയിട്ട് അത് വേണേലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്നട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബീഫും ഏത്തപ്പഴം കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റ് വെച്ചുള്ള ഫില്ലിംഗ് ആകും. കൊച്ചുകുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ ഏത്തപ്പഴം ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് പോലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും. ഇനി നമ്മുടെ പഴത്തിനൊരു കോട്ടിങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാവ് ഇവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പരത്തിയെടുത്തിരിക്കുന്നത്. അതിലോട്ട് പഴം വെച്ചിട്ട് ഒരു റൗണ്ട് മാത്രം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ പഴത്തിൽ നന്നായിട്ട് ഫിറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ പഴത്തിന് ചപ്പാത്തി പോലെ റൗണ്ട് ചെയ്യുന്നത് ഒരു റൗണ്ട് മതി. ഒത്തിരി റൗണ്ട് വന്നാൽ ഉള്ളിലോട്ട് പഴം നന്നായിട്ട് വേവാനായിട്ട് താമസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു റൗണ്ട് മതി. അപ്പോൾ ഞാൻ ചപ്പാത്തി പോലെ പരത്തിയത് 2 പഴത്തിനുള്ള റൗണ്ട് എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മാവ് 2 ടീസ്പൂണ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ശകലം വെള്ളം ഒഴിച്ച്
നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കും അല്ല, ആ രീതിയിൽ നന്നായിട്ട് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബനാന ഫില്ലിങ് വെച്ച് അത് ഇട്ടൊന്ന് കോട്ട് ചെയ്ത് എടുത്ത് ഫ്രൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് ആ മാവ് ഒന്ന് ചൂടായി, നന്നായിട്ട് ചൂടായി അത് പൊന്തി വന്ന സമയത്താണ് നമ്മുടെ പഴം നിറച്ചത് ആ ബാറ്ററി മുക്കിയിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഓയിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റോളം കഴിഞ്ഞിട്ട് പിന്നെ സ്പൂൺ കൊണ്ട് ചൂടായ ഓയിൽ അതിൻ്റെ പുറത്ത് ടോപ്പിങ്ങിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടോപ്പും നന്നായിട്ട് ഒരേ സമയം തന്നെ ചൂടായി വരും. അടുത്ത ഒരു പഴം നിറച്ചുകൂടെ ഓയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളൂടെ വേവണം. അപ്പോൾ തീയൊന്ന് കുറച്ച് വെക്കണം, കുറച്ച് വെച്ച് വേണം നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓരോ സൈഡ് മുരിഞ്ഞ് വരുന്ന ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുന്നതനുസരിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഫ്രൈ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഉള്ളു വേവത്തില്ല. അങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വാങ്ങാവുന്നതാണ്. അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പഴമയുടെ രുചിക്കൂട്ടായ പഴം നിറച്ചത് കോഴിക്കോടൊക്കെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. 4 ഫില്ലിങ് അടിപൊളി, ഒന്നിനൊന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവുന്ന തരത്തിലുള്ള ഫില്ലിങ്ങുകളാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.